കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിൽ വീണ്ടും വാഹനം തടഞ്ഞ പ്രഭാവതി അമ്മ. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. നടപ്പാതയിലൂടെ കയറിയ സ്കൂട്ടർ തിരിച്ച് റോഡിലേക്ക് എടുപ്പിച്ചു. മോനെ പോത്തെ, നീ എന്നെ പറ്റിച്ച് എവിടേക്കാടാ പോന്നേ? ഇയാള് വഴി മുഴുവൻ വിലക്കെടുത്തിരിക്കാണോ? ഇയാളുടെ മൂട്ട ബാക്കിയുള്ള വണ്ടിയൊക്കെ ഒന്ന് ഇതോടി പോണ്ടേ? உங்களுக்கு வழி மாறி போச்சு. இந்த வழി அல்ல, அந்த வழியே போங்க. തള്ളക്ക് ശരിക്കും മൂത്തിട്ടാ. ഈ പെണ്ണുമ്പോഴൊക്കെ വീട്ടിലിരുന്നാ പോരെ. ഈ നിരന്തരം ഇതിലും കടന്നു പോകുന്ന ആളുകളെ അങ്ങനെ വെറുതെ വിടാൻ പ്രഭാവതി അമ്മ തയ്യാറല്ല എന്നാണ് അവർ പറയുന്നത്. വെറുതെ ഒരു സീൻ ഉണ്ടാക്കാതെ വഴി മാറുന്ന നല്ലത്. ഞാൻ ഇനിയും ഇവിടെ ഒരു കാവൽക്കാരിയായി ഉണ്ടാകും എന്നാണ് അവർ പറയുന്നത്. ഒരു ചാൻസ് കിട്ടി അത് ഓവറാക്കും അല്ലടാ ഫുൾ. നിരവധി കോണുകളിൽ നിന്ന് പ്രഭാവതി അമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിനന്ദനങ്ങളുടെ മഴയിലിടും. ഞാനൊരു വലിയ സംഭവം അല്ലേ. നമ്മളിവിടെ വരുമ്പോ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ ബൈക്ക് യാത്രികരും പ്രഭാവതി അമ്മയും തമ്മിലുള്ള ഒരു തർക്കമായിരുന്നു. പരട്ട കിളവി ചൊറിനായെ മുതുമുതുക്കി പഴയ ചാക്കണ്ടി ഒരിടത്ത് മൂടിയാൻ പണ്ടാറടങ്ങാനായിട്ട്. ഇവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരുപാട് സമയം ഇങ്ങനെ കെട്ടിക്കിടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിലൂടെ പോകുന്നത് എന്നാണ് ആ യാത്രികൻ പറഞ്ഞത്. എന്റെ വിഷമം താൻ മനസ്സിലാക്കാത്ത എന്താ? പക്ഷെ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ എന്നുള്ളതായിരുന്നു പ്രഭാവതി അമ്മയുടെ ടേക്ക്. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. അമ്മച്ചിക്ക് ഇത് തന്നെ സ്ഥിരം പണിയെന്ന് പിന്നീട് ആരാണ്ടൊക്കെ പറയുന്നുണ്ട്. സ്ഥിരാണല്ലേ. അമ്മച്ചിക്ക് നല്ല സുഖമില്ല പോലും. അന്നാ മനുഷ്യ തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായാലും എന്താ ചെയ്യാ? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.